Whenever I tried to contact Manju Warrier, the heroine and the producer of the film, I felt that somebody is blocking me from reaching out to her. When I tried to find out the reason, I found out that her life is in risk and she's been controlled by somebody and she is not in a position to tell the truth. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പൊ കണ്ട വീഡിയോയിലെ പുള്ളിക്കാരനാണ് സനൽകുമാർ ശശിധരൻ. ഏതൊക്കെയോ മലയാളം സിനിമ ചെയ്ത ആളാണത്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഏതൊക്കെ മലയാളം പടമാണ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പൊ ആശാൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യറിനോട് മൂത്ത പ്രണയം, കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുള്ള ആളാട്ടോ. അപ്പൊ എന്തായാലും പുള്ളിക്കാരന് അസ്ഥിക്ക് പിടിച്ച പ്രണയമാണ്. 2 കൊല്ലം മുമ്പാണ് ഈ മഞ്ജു വാര്യറിന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയെന്ന് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഞ്ജു വാര്യറിന് സഹിക്ക വയ്യാതെ അത് പോലീസിൽ അറിയിച്ചു. പോലീസുകാര് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തു. അപ്പോ ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോഴും രംഗത്ത് പുള്ളിക്കാരൻ വന്നിരിക്കുകയാണ്. അപ്പൊ അന്ന് പുള്ളിക്കാരന് പോലീസ് കേസൊക്കെ ആയി നാടൊക്കെ വിട്ട് ഇപ്പൊ പുള്ളിക്കാരൻ ഉള്ളതെന്ന് പറഞ്ഞത് US-ലാണ്. കാരണം മഞ്ഞത്ത് നിന്നുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. ഇപ്പൊ ഇറങ്ങിയേക്കുന്ന മഞ്ജു വാര്യറിന്റെ ജീവന് ആപത്താണെന്ന് പറഞ്ഞാണ്. അപ്പൊ 2 വർഷം മുമ്പും ഇത് തന്നെയായിരുന്ന അവസ്ഥ. മഞ്ജു വാര്യറിന്റെ ജീവന് ആപത്താണെന്ന് പറഞ്ഞാണ് അന്ന് ഇറങ്ങിയത്. അപ്പൊ നമുക്ക് 2 കൊല്ലം മുന്നോട്ടുള്ള ആ ഒരു സമയത്തെ സംഭവം മുതൽ ഇങ്ങോട്ട് പറഞ്ഞു വരാം, അതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് ഈ സനൽകുമാറിനെ 2 കൊല്ലം മുമ്പ് അറസ്റ്റ് ചെയ്ത ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അതൊന്ന് നമുക്ക് കേൾക്കാം. സമൂഹ മാധ്യമങ്ങളുടെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്ന നടി മഞ്ജു വാര്യരുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരൻ അറസ്റ്റിലായി. തിരുവനന്തപുരം പാറശാലയിൽ നിന്നാണ് കൊച്ചി പോലീസ് സനൽകുമാറിനെ അറസ്റ്റ് ചെയ്തത്. മഫ്തിയിലെത്തിയ പോലീസ് സംഘം തന്നെ കസ്റ്റഡിയിലെടുക്കുന്നത് സംവിധായകൻ പ്രതിരോധിച്ചത് നാടകീയ രംഗങ്ങൾക്ക് ഇടയാക്കി. ജെവിൻ ടുട്ടു വിവരങ്ങൾ നൽകും. ജെവിൻ, ഈ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തെ കൊച്ചിയിൽ എത്തിച്ചു. അഭിലാഷ്, നിലവിൽ സനൽകുമാർ ശശിധരനുമായി എളമക്കര പോലീസ് സംഘം കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കൊച്ചി എളമക്കര സ്റ്റേഷനിൽ എത്തിയിട്ടില്ല. രാത്രി 9 മണിയെങ്കിലും കഴിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സനൽകുമാർ ശശിധരനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അയാളുടെ മൊബൈൽ ഫോൺ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ മൊബൈൽ ഫോണാണ് ഈ കേസിൽ ഇപ്പോൾ നിർണായകമായ ഒരു തെളിവായിട്ട് പോലീസ് സംഘം മുന്നോട്ട് വെക്കുന്നത്. മഞ്ജു വാര്യരെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും മഞ്ജു വാര്യരെ ഫോളോ ചെയ്തു എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതനുസരിച്ചുള്ള ഒരു വകുപ്പാണ് സനൽകുമാർ ശശിധരനെതിരെ ഇട്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും മഞ്ജു വാര്യർ പോകുന്ന പരിപാടികളിലും മഞ്ജു വാര്യർ പോകുന്ന പല സിനിമാ സെറ്റിൽ ഉൾപ്പെടെ ഇയാൾ എത്തുകയും മഞ്ജുവിനെ കാണുകയും കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരം മഞ്ജുവിനെ പിന്തുടരുകയും ഒപ്പം ഫോൺ വഴിയും മറ്റും ഭീഷണിയും ഒപ്പം തന്നെ പല മെസ്സേജുകളും ചാറ്റുകളും ഒക്കെ മഞ്ജുവിന് തുടർച്ചയായി അയക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെയാണ് മഞ്ജു എളമക്കര പോലീസിന് പരാതി നൽകിയത്. ഇതിനൊപ്പം തന്നെ സനൽകുമാർ ശശിധരൻ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ മഞ്ജുവിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടതായും പരാതിയിലുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പാറശാലയിൽ നിന്ന് സനലിനെ എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 കൊല്ലം മുമ്പുള്ള ന്യൂസ് ആണ്. അന്ന് അറസ്റ്റ് ചെയ്തത് പിന്നെ ഒരു നാടകീയമായ രംഗമായിരുന്നു. കാരണം ഇയാളെ ലൈവ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയും കൂടി കണ്ടു നോക്കാം. ഞങ്ങൾ തന്നെ പോലീസിനെ വിളിച്ചോളാം, ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പേരെന്താ? പേരെന്താന്ന് പറയൂ. പേരെങ്ങനെ പറയുന്നത്? എന്തിനാ പേര് പറയുന്നത്? പോലീസ് വരാനല്ലേ നീ വെയിറ്റ് ചെയ്യണം. പോലീസ് വരട്ടെ. ഇതിന് സ്റ്റേറ്റിന് പങ്കുണ്ട്. അതായത് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് പങ്കുണ്ട്. അതുകൊണ്ടാണ് എന്നെ യാതൊരു മുന്നറിയിപ്പില്ലാതെ എനിക്കെതിരെ കേസെടുത്തു എന്ന് പറയുന്നു. എന്നെ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു കാർ, ഇന്നോവ കാർ, KL07 എന്ന് തുടങ്ങുന്ന ഒരു ഇന്നോവ കാർ പിന്തുടർന്ന് വന്ന് ഈ പറയുന്ന ആളുകൾ ഇവരെല്ലാം ചേർന്നിട്ടാണ് എന്നെ പിടിച്ചുറക്കി കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. എന്നെ കൊല്ലാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതുണ്ടോ എന്നെ കൊല്ലാനുള്ള. എനിക്ക് പ്രോസസ് ഓഫ് ലോയിൽ ഒരു പ്രശ്നമില്ല. ഞാൻ എവിടെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. ഏത് കോടതിയുടെ മുമ്പ് വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. ഞാൻ ഒളിവിലല്ല നടക്കുന്നുണ്ട്. ഞാനൊരു 2 വർഷമായിട്ട് ഈ വധഭീഷണിയിലാണ്. ഞാൻ ഒളിച്ചു താമസിക്കുകയാണ് ശരിക്കും എന്റെ അനിയത്തിയുടെ വീട്ടില്, പിന്നെ തമിഴ്നാട്ടില്. കേരളത്തില് എനിക്ക് ജീവിക്കാൻ പേടിയുള്ളത് കൊണ്ട് ഞാൻ ഒളിച്ചു താമസിക്കുകയാണ്. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. അത് പ്രൊട്ടക്ഷൻ അവർ തരും. അതിന് വേണ്ടിയിട്ടാണ് നിന്നെ പിടിക്കാൻ വന്നത്. ഇനിയോ ഫുൾ പോലീസ് പ്രൊട്ടക്ഷൻ ആണല്ലോ. എന്റെ വണ്ടിക്കകത്ത് പിടിക്കാനാണ് കൊണ്ടുപോകുന്നത്. അല്ല, എനിക്ക് എന്റെ ഞാൻ കൊണ്ടുപോവാം.
മര്യാദയ്ക്ക് സഹകരിക്കാൻ പറഞ്ഞു. സ്റ്റേഷനുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ ഇതായിരുന്നു നമ്മുടെ സനൽകുമാറിനെ 2 കൊല്ലം മുമ്പ് അറസ്റ്റ് ചെയ്ത രംഗം. അന്നത് ഭയങ്കര ചർച്ചാ വിഷയമായ ഒരു രംഗം തന്നെയായിരുന്നു. അതിനുശേഷം പുള്ളി മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു പ്രതികരണമുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. നിരന്തരമായി ശല്യം ചെയ്യുന്നു വെച്ചാൽ അങ്ങനെ ഒരു ശല്യം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്നെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ ഞാൻ ഈ 7 ദിവസം മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടല്ലോ. ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഞാൻ അവർക്കൊരു മെസ്സേജ് അയച്ചു, നിങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ട് എന്ന് എനിക്കൊരു പേടിയുണ്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാം, അത് പബ്ലിക് അറിയണമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മറുപടി അയച്ചില്ല. മെയിലും അയച്ചു, ഞാൻ മറുപടിയും പറയുന്നില്ല. ഞാനത് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് അതിനെ എടുത്തു, പത്രങ്ങൾ അതിനെ എടുത്തു. അപ്പോഴും അവർ മിണ്ടുന്നില്ല. അത് 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, 7 ദിവസം, ഇതിപ്പോൾ 8ാമത്തെ 10ാമത്തെ ദിവസമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ രാഷ്ട്രപതിക്ക് ഒരു ലെറ്റർ അയക്കുന്നത്, രാഷ്ട്രപതിക്കും ചീഫ് ജസ്റ്റിസിനും ഒരു ലെറ്റർ അയക്കുന്നത്. ഇതൊക്കെ ഒരു പൗരന്റെ കടമ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് ഈ മഞ്ജു വാര്യറിന്റെ കാര്യം മാത്രം വന്നപ്പോ ഈ പൗരബോധം എന്ന് പറയുന്നത്? ആ പൗരബോധം ഉണർന്നത് എത്ര ആലോചിച്ചിട്ടും എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 2 കൊല്ലം മുമ്പ് നടന്നത്. അപ്പൊ ഇനി നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഈ കാണുന്നത് നമ്മുടെ ഇങ്ങേരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. ഇതിനകത്തെന്ന് പറയുമ്പോഴത്തേക്കും ഈ മഞ്ജു വാര്യറിനെതിരെ നിരന്തരം ഇയാള് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തുരുതുര പോസ്റ്റാണ് അദ്ദേഹം ഇട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ? 2019 ഇദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഐഫോണിൽ എങ്ങാണ്ട് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്, അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതിനെക്കുറിച്ച് പിന്നെ എന്താണോ എന്തോ നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ പുള്ളി അത് ഒരു പോസ്റ്റ് കൂടി ഇവിടെ ഇട്ടിട്ടുണ്ട്. അതെന്ന് പറയുന്നത് പുള്ളി അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത സമയത്ത് ഏതോ ഒരു കമ്പനിയിൽ നിന്ന് ഫേക്ക് കോപ്പിറൈറ്റ് കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അത് ബ്ലോക്ക് ചെയ്തു. പുള്ളിക്കാരൻ പറയുന്നത് സൗജന്യമായിട്ട് ഈ സിനിമ ഏതോ ഒരു പ്ലാറ്റ്ഫോമിൽ സൗജന്യമായിട്ട് റിലീസ് ചെയ്യുമോ എന്നൊക്കെയാണ്. പിന്നെ അത് വേറൊരു അണ്ണനിട്ട വേറൊരു സംഭവമാണ്, അതൊന്ന് കാണാം. അതൊന്ന് ഞാനൊന്ന് വായിച്ചു തരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയമുള്ളവളെ, നിനക്ക് രഹസ്യമായി എഴുതിയ പ്രേമലേഖനങ്ങൾ പരസ്യമാക്കപ്പെട്ട തെരുവിലെ ഈ ഒരു കോണിൽ നിനക്ക് പരസ്യമായ ഒരു പ്രേമലേഖനം എഴുതുകയാണ് ഞാൻ. മുറിഞ്ഞ ഹൃദയം പോലെ, എരിഞ്ഞ കൊള്ളി പോലെ നേർത്ത ചുവപ്പുള്ള ഈ ചുടുകട്ട മതിലിൽ കറുത്ത വിരക്തിയുടെ കറുത്ത ചോര കൊണ്ട് 1-2 വരികൾ. നമ്മൾക്കിടയിലെ ദൂരം ഇപ്പോൾ ധ്രുവങ്ങൾ തമ്മിലുള്ള ദൂരമാണെങ്കിലും നമ്മെ നമ്മിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്ന ഈ കറുത്ത വടത്തിന്റെ മുറുക്കം പ്രേമലേഖനം എഴുതുകയാണ് ഞാൻ എന്ന് 2 കുത്തും കേട്ടു. സ്വന്തമായി ഭാര്യയും 2 കുട്ടികളും ഒക്കെ ഉള്ള പുള്ളിക്കാരനാണ് ഈ പ്രേമലേഖനം മഞ്ജു വാര്യർക്ക് വേണ്ടി എഴുതി. കറുത്ത വടത്തിന്റെ മുറുക്കം സഹിക്ക വയ്യടാ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇവിടെ എന്താണ് ഈ കാണിച്ചു വെച്ചത്? പുള്ളിക്കാരൻ എന്ത് ഇത്രയും അസ്ഥിക്ക് പിടിച്ച് പ്രണയമാണോ ഈ മഞ്ജു വാര്യറിനോട്? ഇത് കേട്ടപ്പോഴേ, ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ ആറാട്ടണ്ണൻ നമ്മുടെ നിത്യാമേനോന്റെ പുറകെ ഇതുപോലെ കുറെ നടന്നതാ. എന്നിട്ട് എന്താ അവസാനം ഉണ്ടായത്? നിത്യാമേനോൻ ഇപ്പൊ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഒരു പോസ്റ്റ് ഒക്കെ കണ്ടായിരുന്നു. എന്താണ് അതിനെ കുറിച്ചെന്നുള്ളത് അറിയത്തില്ല. എന്തായാലും ഈ വടത്തിന്റെ സാധനം സഹിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. നല്ല സംവിധായകനായിരുന്നെന്ന് തോന്നുന്നു. എന്തോ റിലേ പോയി ഇരിക്കുവാണ്. ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളാണ് പുള്ളി ഇടുന്നത്. ഇതും പോരാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം അണ്ണൻ 2 ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ലൈവിന്റെ കുറച്ച് പ്രശസ്ത ഭാഗങ്ങൾ ഞാൻ ഇവിടെ കേൾപ്പിക്കാം, ഒന്ന് കണ്ടു. Coming to USA, Manju Warrier contacted me through a Facebook ID, and we were in touch for the last 2 years. 3 days back, I have posted a audio record of the conversation between me and Manju Warrier, because it says that her life is in danger. Not only her life, lives associated to her also is in danger if she attempt to contact me or do anything regarding the case or the film. So I thought പുള്ളി പറയുന്നത് മഞ്ജു വാര്യറിന്റെയും മഞ്ജു വാര്യറിന്റെ മകളുടെയും ജീവന് ഭീഷണിയുണ്ട്, അതുകൊണ്ടാണ് പുള്ളിക്കാരൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോ മഞ്ജു വാര്യർ ഈ പുള്ളിക്കാരനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അത് പുള്ളിക്കാരി ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ഈ ഒരു വീഡിയോക്കകത്ത് ഇതിനകത്ത് ഒരു വോയിസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു 45 മിനിറ്റിന്റെയും ഒരു 26 മിനിറ്റിന്റെയും 2 വോയിസ് ക്ലിപ്പാണ് വന്നത്. ഈ സനൽ അണ്ണന്റെയും മഞ്ജു വാര്യറിന്റെയും ക്ലിപ്പുകളാണെന്നാണ് പറയപ്പെടുന്നത്. അത് ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കേൾക്കണം കേട്ടോ. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അത് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ പ്രശസ്ത ഭാഗങ്ങൾ മാത്രം ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിച്ചു തരാം. എന്റെ പ്രശ്നമല്ല, നിന്റെ കുറെ സാധനങ്ങൾ ഞാൻ അത് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിനക്ക് പ്രേമം, നിന്റെ കുറെ വീഡിയോസ് എന്റെ കയ്യിലുണ്ടത്, നിന്റെ പ്രേമമുള്ള വീഡിയോസ്. അത് എനിക്ക് അറിഞ്ഞൂടായിരുന്നല്ലോ. അത് എനിക്ക് തോന്നുന്നു എനിക്കറിയാവുന്നതിനേക്കാളും മറ്റുള്ള ആർക്ക് അറിയാവുന്നെന്ന് തോന്നുന്നു. നിന്റെ കൂടെ ഉള്ളവർക്കൊക്കെ അത് അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. എനിക്കറിഞ്ഞൂടായിരുന്നു നിനക്കെന്തോ നിന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്. നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ.
അപ്പൊ തുടങ്ങിയതാണ് ഇത്. അങ്ങനെ എങ്ങനെയാണ് പറയുന്നത്? അത് എങ്ങനെ പറയുന്നു? അല്ല, സെയിം തിങ് ഇയർ ആഫ്റ്റർ ഇയർ. ഇങ്ങനെ വിടുന്നു? എന്റെ നാട്ടു റോട്ടിലിട്ട് അറസ്റ്റ് ചെയ്തിട്ട് എന്റെ സിനിമ ജീവിതം മുഴുവനും തകർത്തിട്ട് നീ ഇതെല്ലാം ചെയ്തിട്ട് നീ വിടു 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 എന്ന് പറയാൻ നിനക്കെന്ത് നാണല്ലേ? വിടു 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 എന്ന് പറയാൻ. അപ്പൊ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് 2 വർഷമായിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ മഞ്ജു വാര്യർ പുള്ളിക്കാരനെ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ആ സംഭാഷണത്തിന്റെ ശകലങ്ങളാണ് നിങ്ങളിപ്പോ കേട്ടത്. ഇത് ശ്രദ്ധിച്ചു കേട്ട് കഴിഞ്ഞാൽ ഏത് പൊട്ടനും മനസ്സിലാവും അത് മഞ്ജു വാര്യറിന്റെ വോയിസ് അല്ല എന്നുള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് ഈ പൊട്ടൻ അത് മനസ്സിലാവുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബാക്കിയും കൂടെ കേട്ടു നോക്കാം. ഇത്രയും കാലം ഇങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞോണ്ടിരുന്നത്. 2 വർഷം ഇങ്ങനെ അല്ലായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ നിനക്ക് എന്താ ഭയങ്കര മാറ്റം? ബിക്കോസ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് ശരിയാവും, നാളെ ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു തമിഴ് ടച്ച് വരുന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സൗണ്ട് കേട്ടിട്ട്, ഈ വോയിസ് കേട്ടിട്ട്, അവരുടെ ആ ഒരു സ്ലാങ് ഒക്കെ കേട്ടിട്ട് ഒരു തമിഴ് ടച്ച് വരുന്നുണ്ട്. ഇനി മഞ്ജു വാര്യർ തമിഴ്നാട്ടിൽ നിന്നാണോ ഈ പറയുന്നതെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. മഞ്ജു വാര്യറിന്റെ സ്ലാങ്ങിന് ഒരു തമിഴ് ചൊവ്വ. അപ്പം മഞ്ജുള വാര്യർ ആവാനാണ് സാധ്യത. നിന്റെ 2 വർഷം ഇങ്ങനെ എല്ലായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ നിനക്ക് അത് പറ. നിനക്ക് പുതിയ റിലേഷൻഷിപ്പ് ഇഷ്യൂ അത് പറ. നിനക്ക് പുതിയ റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂ ആണെങ്കിൽ അത് പറ. എനിക്ക് പുതിയ റിലേഷൻഷിപ്പ് വന്നു, അതുകൊണ്ട് നമുക്ക് പോകണം. ഈ മഞ്ജു, നീ എന്തായി പറയുന്നത്? നീ ആ കേസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നേ. ജസ്റ്റ് വിഡ്രോ ചെയ്യാൻ പറയില്ലെങ്കിൽ ഞാൻ നിന്റെ പുറകെ വരാൻ പോകുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞു? 2 ദിവസമായിട്ട് എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? എന്ത് നിനക്ക് കേസിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്? 2 കൊല്ലമായിട്ട് ഒരു മനുഷ്യനെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞ എന്റെ പൊന്നളിയാ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടക്കൂ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. ഇതൊക്കെ പുള്ളിക്കാരൻ ഉണ്ടാക്കിയെടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരന്റെ സംവിധായകനല്ലേ, പുള്ളിക്കാരന് മഞ്ജു വാര്യറിന്റെ സൗണ്ടിൽ വെച്ച് തന്നെ ഒരു പടം വരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? ഇനി മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണെങ്കിൽ തന്നെ. അല്ലെങ്കിൽ അണ്ണനെ കാര്യമായിട്ട് ഏതോ ഒരു പെങ്കൊച്ച് നല്ല രീതിയിൽ പറ്റിക്കുന്നുണ്ട്. ഈ തമിഴ് ചൊവ്വ എന്നാലും എങ്ങനെ കയറി വന്നു ഈ മഞ്ജു വാര്യറിന്? ബാക്കിയും കൂടെ കേൾക്കാം. നീ കേസ് കൊടുത്തത്? ഞാൻ എന്ത് ചെയ്തിട്ടാണ് നീ കേസ് കൊടുത്തത്? That is beyond me. അത് ശരിയാവുമ്പോ ശരിയാവും. എന്റെ കയ്യിലില്ല. എനിക്ക് ഒന്നും ചെയ്യാൻ തരാൻ പറ്റൂ. ഞാൻ ചെത്ത് പോയാൽ എനിക്ക് പ്രശ്നം തീരല്ലേ? കേസ് ക്ലോസ് ആവല്ലേ? അത്രയും ചെത്ത് പോയി കേസ് ക്ലോസ് ആയി. അത് നടക്കല്ലേ? അത്ര അങ്ങനെ ബുദ്ധിമുട്ടേ? അതിന്റെ ആവശ്യമില്ല. ഞാൻ നിന്റെ പിന്നാലെ വരുന്നില്ല. എനിക്ക് നിന്നെ ഉപദ്രവിക്കാൻ യാതൊരു താല്പര്യമില്ല. എന്റെ പൊന്നു മഞ്ജു, ഞാൻ പറയുന്നത് കേക്ക്. ഭയങ്കര ഗംഭീരം വരുന്നത്. എന്തൊക്കെ ഇത്? തേങ്ങായിക്കോട്ടെ, ഗംഭീരായിക്കോട്ടെ, ഏത് മൈരേങ്കായിക്കോട്ടെ, പക്ഷെ പറ്റില്ല. അതാണ് എന്റെ അവസ്ഥ. ഓക്കെ, ഇടി പ്രേമം എന്നൊക്കെ പറഞ്ഞിട്ട് അത് വിടൂ. പ്രേമത്തിന്റെ കാര്യം വിടൂ. നിനക്ക് പ്രേമമില്ല, ശരി, നമുക്ക് പ്രേമമില്ല. 2 വർഷം പ്രേമം 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 എന്ന് പറഞ്ഞിട്ട് നീ ചുമ്മാ എന്നെ ഇവിടെ പിടിച്ചിട്ടു വല്ല കാര്യം ഉണ്ടായിരുന്നു? എത്ര രാത്രികൾ ഫോൺ ചെയ്യണം? ഞാൻ മൂവ് ഓൺ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നിനക്ക് എന്റെ കൂടെ പ്രേമം ഉണ്ട് എന്നുള്ള ഇതില് നീ 2 വർഷം ഇരുട്ടുകളെ വെളുക്കെ ഈ മൂത്രം ഒഴിക്കാൻ സമ്മതിക്കാതെ അത്ര ദിവസം ഉറങ്ങാതിരുന്നിട്ടുണ്ട്. എന്നിട്ട് നീ ഇപ്പൊ പറയുന്നു ഞാൻ ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല, അതുകൊണ്ട് നീ പൊക്കോ. ഓക്കെ, ശരി, നിനക്ക് പ്രേമമില്ല, ശരി, ഞാൻ പോകുന്നു എന്റെ പാട്ടിന്. ഞാൻ എന്റെ കൂടെ ഇഷ്ടമില്ലാത്ത താല്പര്യമില്ലാത്ത ആളുകളുടെ പുറകെ ഞാൻ നടക്കൂല. സ്വഭാവമല്ല. നീ നിന്റെ മോളുടെ കാര്യമാണോ പറയുന്നത്? നിനക്ക് മനസ്സിലാവുന്നില്ലേ? നിനക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ മനസ്സിലാവൂല്ലേ? നീ തീറ്റ തിന്നോ? ബ്രെഡും എന്താ തിന്നു? മഞ്ജു, നീ എന്താ ഇങ്ങനെ? നീ എന്താ ഒരു സ്പെസിഫിക് ആയിട്ട് വാക്കുകൾ പറഞ്ഞാൽ മാത്രമാണ് നിനക്ക് മനസ്സിലാവുന്നത്. ഇല്ലെങ്കിൽ മനസ്സിലാവൂലേ? ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇത് ഞാനിതൊന്നും പബ്ലിക് ആക്കാനൊന്നും പോയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നീ പറയുന്നത് കേട്ടിട്ട് എനിക്കത് പബ്ലിക് ആക്കണം. കാരണം അത്രയും ഒരു കൊച്ചിന്റെ ജീവിതം, നിന്റെ ജീവിതം, അങ്ങനെയൊക്കെ അങ്ങനെ ട്രാപ്പ് ചെയ്തിട്ട് ആളുകളെ പപ്പറ്റ് പോലെ കൊണ്ടു നടക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പിന്നെ അതറിയണ്ടേ, ലോകം അറിയണ്ടേ? നോ മഞ്ജു, നോ മഞ്ജു, ഞാനിത് പറയും. മഞ്ജു കേളു. ഞാൻ ചെത്തുപോയാൽ തന്നെ ശരിക്കും പറഞ്ഞ പാവപ്പെട്ട ഒരാളെ വിളിച്ച് മഞ്ജു വാര്യറാണെന്നും പറഞ്ഞ് ആശയം കൊടുത്തൊക്കെ പറ്റിക്കുവാണോന്ന് തന്നെ മനസ്സിലാവുന്നില്ല. കാര്യം മനസ്സിലായല്ലോ. എന്തോ കോമഡിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളി കോമഡി. എനിക്ക് ചിരിക്കാതെ വേറെ വഴിയില്ല. ആ ഒരു ലെവലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു പെണ്ണ് പുള്ളിക്കാരനെ മഞ്ജു വാര്യറാണെന്ന് പറഞ്ഞ് വിളിച്ചു, പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. എന്താണോ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ പുള്ളിക്കാരൻ വെറുതെ മഞ്ജു വാര്യറാണോ എന്ന് വിചാരിച്ചിരിക്കും. ഇനി ഇങ്ങേര് തന്നെ പടച്ചു വിട്ടതാണോ എന്നും അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇത് മഞ്ജു വാര്യറിന്റെ സൗണ്ട് അല്ല എന്ന് വളരെ കൃത്യമായിട്ട്. നമ്മുടെ മഞ്ജു വാര്യറിന്റെ സൗണ്ട് ഇതല്ല. പിന്നെ വേറൊരു കാര്യം, ഇനി മഞ്ജു വാര്യർ മിമിക്രി കാണിക്കുകയാണോ എന്നും പറയാനും പറ്റത്തില്ല.
2 കൊല്ലമായിട്ട് ഈ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ പറ്റിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. വേറൊരു വീഡിയോ കൂടെ കാണിച്ചു തരാം. എന്റെയോ മഞ്ജു വാര്യരുടെയോ ജീവന് അപകടമുണ്ടായാൽ കേരളം നടുങ്ങുന്ന വിവരങ്ങൾ തെളിവുകൾ സഹിതം പല സ്ഥലത്തു നിന്നും പുറത്തു വരും. ഇത് വെറുതെ പറയുന്നതല്ല, അത് കേരളത്തിലെ പലർക്കും ഭരണകക്ഷിക്കും താങ്ങാൻ പറ്റാത്തതായിരിക്കും. സോ ജീവിക്കാൻ അനുവദിക്കുക, ലീവ് ആൻഡ് ലെറ്റ് ലീവ്. അപ്പൊ മഞ്ജു വാര്യറിനെ ഏത് വിധവും പ്രൊട്ടക്ട് ചെയ്യും, ജീവൻ അപകടമാണ്, അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും ഇയാൾ ചത്താലും പുള്ളിക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് ശബ്ദം എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ അശ. മഞ്ജു വാര്യറിനും പുള്ളിക്കാരനും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കേരളം നടുങ്ങും എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും എന്തോ കാര്യമായിട്ട് പുള്ളിക്കാരൻ എന്തോ പറ്റിയിട്ടുണ്ട്, അത് ഉറപ്പാണ്. സത്യം എന്താണെന്ന് നമുക്കറിയത്തില്ല. മഞ്ജു വാര്യർ ഇറങ്ങി തമിഴത്തിയുടെ വോയിസിൽ വിളിച്ചതാണോ എന്നും അറിയാം. എന്തായാലും മഞ്ജു വാര്യർ ഇതിനെതിരെ പുള്ളിക്കാരനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ചിത്രത്തെ അപമാനിച്ചെന്ന് നടിയുടെ പരാതി. സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ കേസ്. അപ്പൊ മഞ്ജു വാര്യർ വീണ്ടും കേസ് കൊടുത്തേക്കുകയാണ്. 2 കൊല്ലം മുമ്പ് ഒരു വട്ടം കൊടുത്തതാണ്, വീണ്ടും ഇതെല്ലാം അവസ്ഥ. പിന്നെ ഇങ്ങനെ കൊടുക്കാതിരിക്കും. കേസ് കൊടുത്തതിന് ശേഷം പുള്ളിക്കാരൻ എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാനിങ്ങനെ ഒരു കാര്യം പറയുന്നു, 2 വർഷമായിട്ട് ശശിധരൻ, ഈ ഓഡിയോ ഈ പറയുന്ന നടിയുടേതാണ് എന്നത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് സ്ഥിരീകരിക്കാത്ത ഒരു ഓഡിയോ താങ്കൾ പറയുന്നുണ്ട്. ഇത് ആർക്കും സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു ഓഡിയോ ഒരു പ്രമുഖ നടിയുടേതാണെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് പൊതുജനം വിശ്വസിക്കുക? അതിനെന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഉണ്ടോ? ഞാൻ പറഞ്ഞത് 2 വർഷം മുൻപ് മഞ്ജു വാര്യർ എന്നെ ഒരു ഫേക്ക് ഐഡിയിൽ ബന്ധപ്പെട്ടു. കാരണം അവർക്ക് നേരിട്ട് എന്നോട് സംസാരിക്കാനുള്ള അവസരമില്ല. എന്നോട് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവൻ നഷ്ടമാകും എന്ന് അവരെന്നോട് പറഞ്ഞു. 2 വർഷമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു. 2 വർഷത്തിനൊടുവിൽ അവരെന്നോട് പറയുന്നു, സനൽ നിങ്ങൾ പൊക്കോളൂ, എനിക്ക് എന്റെ ജീവിതം തീർന്നു, എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എന്റെയും എന്റെ മകളുടെയും ജീവന് അപകടമുണ്ട് എന്ന് അവരെന്നോട് പറയുന്നു. ഞാൻ അതറിയുമ്പോ എന്താ ചെയ്യേണ്ടത്? പറയാതിരിക്കണോ? അല്ല, ശ്രീ സനൽകുമാർ ശശിധരൻ, ഇതിൽ 2 വിഷയം ഞാൻ ചോദിക്കുന്നത്. ഒന്ന്, താങ്കൾ പുറത്തുവിട്ട ഓഡിയോ അത് ആരുടേതാണ് എന്നുള്ള സ്ഥിരീകരണമില്ലാത്തത്, അത് താങ്കളാണ് പറയുന്നത്. അത് ഇതുവരെ ആർക്കും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അല്ല, ഞാൻ പറയുന്നു അത് മഞ്ജു വാര്യരുടേതാണ്. മഞ്ജു വാര്യരുടേതാണെന്ന് ഞാൻ പറയുമ്പോ വെറുതെ ഞാൻ പറയുന്നതാണെങ്കിൽ മഞ്ജു വാര്യർക്ക് പറയാമല്ലോ, ഇത് മഞ്ജു വാര്യർ എന്റെ അല്ല, വെറുതെയാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ അവർ കേസ് കൊടുത്തിരിക്കുന്നത്. അവർ കേസ് കൊടുത്തിരിക്കുന്നത് ഇതടക്കമുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണല്ലോ. അപ്പൊ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മഞ്ജു വാര്യർ എന്തുകൊണ്ട് മിണ്ടുന്നില്ല, മഞ്ജു വാര്യർ എന്തുകൊണ്ടൊന്നും പറയുന്നില്ല, അതിനെതിരെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കേസുകൾക്കെതിരെ പബ്ലിക്കായിട്ട് വന്നിങ്ങനെ പ്രതികരിക്കാത്ത ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, നമ്മൾ ഇത്രയും വർഷമായിട്ട് കാണുവാണ് എന്തൊരു സ്വന്തം ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ നടന്നിട്ടും. ഡിവോഴ്സിന്റെ കേസ് നടന്ന സമയത്താണെങ്കിലും മഞ്ജു വാര്യറിന്റെ ഇന്റർവ്യൂ നടക്കുമ്പോൾ പുള്ളിക്കാരി വന്ന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആങ്കർ മാക്സിമം വായിക്കിട്ട് കുത്തി ചോദിക്കും, എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്, ദിലീപേട്ടനെ കുറിച്ച് എന്താ പറയാനുള്ളത്. പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യം അതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം, വേറെ എന്തെങ്കിലും ചോദിക്കും. മിക്ക കാര്യങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, മിക്ക ഇന്റർവ്യൂസിലും ആങ്കർ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ മാറ്റി വഴി തിരിച്ചു വിടുന്നുണ്ട്. പുള്ളിക്കാരി അങ്ങനെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല, അത്രയ്ക്കും നല്ലൊരു ഡീസന്റ് ക്യാരക്ടറാണ്. ആദ്യത്തെ കേസ് എന്ന് പറയുന്ന പുള്ളിക്കാരന് ഇതുപോലെ പബ്ലിക്കായിട്ട് പ്രതികരിച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് പോയി കേസ് കൊടുക്കുമായിരുന്നു. ഈ 2 വർഷം മുമ്പുള്ള കേസ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം തറപ്പിച്ച് പറയുന്ന ഇത് മഞ്ജു വാര്യറിന്റെ വോയിസ് തന്നെയാണെന്നാണ്. 2 വർഷമായിട്ട് ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ കോണ്ടാക്ട് ഉണ്ടെന്നും പറയുന്നുണ്ട്. ഈ 2 കൊല്ലമായിട്ട് കോണ്ടാക്ട് ഉള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് ഒരു തവണയെങ്കിലും വീഡിയോ കോൾ ചെയ്യാണ്ടിരിക്കുമോ? നിങ്ങൾ തന്നെ ആലോചിക്കും. എന്തായാലും ഒരു വീഡിയോ കോളെങ്കിലും ചെയ്യേണ്ടതല്ല. വീഡിയോ കോൾ ചെയ്തതിന്റെ ഒരു തെളിവുമില്ല. ഈ 45 മിനിറ്റുള്ള വോയിസ് ക്ലിപ്പിൽ പറയുന്നത് വീഡിയോ കോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നാണ് പറയുന്നത്. വേറൊരു കാര്യം എടുത്തു പറയാനുള്ള, ഈ 45 മിനിറ്റ് ഉള്ള ഒരു വോയിസ് റെക്കോർഡ് എന്ന് പറയുന്ന അതിനകത്ത് എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പ്രണയത്തെ കുറിച്ചാണെങ്കിലും തേച്ചിട്ട് പോയ കാര്യമാണെങ്കിലും ഇങ്ങയുടെ കേസിന്റെ കാര്യം, പിന്നെ വധശ്രമത്തിന്റെ കാര്യം, ഈ 2 വർഷം നടന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു 45 മിനിറ്റിന്റെ ഓഡിയോ ക്ലിപ്പിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്ന എന്റെ ബലമായ ഒരു സംശയം പറയുകയാണ്, ഈ പ്ലാൻ ചെയ്ത് എടുത്തൊരു വോയിസ് ആയിരിക്കും അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ആൾക്കാർ അറിയണം, ഈ 2 വർഷം കൊണ്ട് എന്തൊക്കെയാണോ സംഭവിച്ചത് അത് ഈ 45 മിനിറ്റ് ഉള്ള ഓഡിയോയിൽ എല്ലാം ഉൾപ്പെടണം എന്ന് വിചാരിച്ച് പ്രീ പ്ലാൻ ചെയ്ത് കളിച്ച ഒരു കളിയായിരിക്കാം ഇത്. അതാണ് എനിക്ക് കേട്ടപ്പോ ഫീൽ ചെയ്തത്. ഒരു സംവിധായകനാണ് ഇദ്ദേഹം, എന്തൊക്കെ സിനിമകൾ ക്രിയേറ്റ് ചെയ്ത് അത് സെറ്റാക്കാൻ കഴിവുള്ള ഒരു സംവിധായകനാണ്. അപ്പൊ ഈ ഒരു ചെറിയൊരു കാര്യം ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു സ്ത്രീ വന്ന് മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ് നമുക്കത് അതിന്റെ വോയിസ് തന്നത് കേട്ട് പറ്റിക്കപ്പെടാൻ നമുക്കതൊരിക്കലും നമ്മളത് പറ്റിക്കപ്പെടത്തില്ല. കാര്യം അങ്ങനെ അതിന് മാത്രം നമ്മൾ മന്ദബുദ്ധി അല്ലല്ലോ.
പുള്ളിക്കാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്കറിയില്ല കേസ് എന്താണെന്ന് എനിക്കറിയില്ല. അത് സ്ത്രീത്വത്തെ അപമാനിക്കലല്ല, അത് അവരുടേതല്ലെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് സനൽ ഇത് എന്റേതല്ല, ഇത് പിൻവലിക്കൂ, ഇതിന് ഇങ്ങനെ പറയൂ എന്നാണ് അവർ പറയേണ്ടത്. അതല്ലാതെ 8 ദിവസം കഴിഞ്ഞിട്ട് ആദ്യം എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ ശബ്ദരേഖ പൊതുസമൂഹം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ഞാൻ അത് ആദ്യം ചെയ്തത് അതിൽ വാട്സപ്പില് അവരുടെ ബ്രദറിനും അടുത്ത കുറച്ച് സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. അരമണിക്കൂറിനകത്ത് എന്റെ വാട്സപ്പ് ബ്ലോക്ക് ആയി. അപ്പോഴാണ് ഞാൻ പബ്ലിക്കായിട്ട് അത് പബ്ലിഷ് ചെയ്തത്. പബ്ലിഷ് ചെയ്തതിന് ശേഷം ദിവസമായി യാതൊരു ചർച്ചയും ഉണ്ടായില്ല, ഒന്നും മിണ്ടിയില്ല, ഒരു കേസും ഉണ്ടായില്ല. 8 ദിവസമായപ്പോൾ ആളുകൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങുന്നു എന്ന് വന്നപ്പോ ഈ ഒരു കേസ് മിണ്ടരുത്, വേറെ ആരും മിണ്ടരുത്, അവർക്ക് പബ്ലിക്കായിട്ട് മഞ്ജു വാര്യർക്ക് വന്നിട്ട് ഇതേപ്പറ്റി സംസാരിച്ചാൽ എന്താ കുഴപ്പം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മഞ്ജു വാര്യർ പബ്ലിക്കായിട്ട് വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെ ഇങ്ങനത്തെ ചില കേസിനൊന്നും പുള്ളിക്കാരി നിൽക്കത്തില്ല. എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ സബ്ജക്റ്റിൽ നിലവിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ട് ആരോ ഇയാളെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ ഒന്നാം തരം ഒരു സ്റ്റോറി ആയിരിക്കും. യുഎസിലായതുകൊണ്ട് പുള്ളിക്കാരനെ എന്തായാലും അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് മഞ്ജു വാര്യർ ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഇതിലെന്ന് പറയുന്നത് പുള്ളിക്കാരി പ്രതികരിക്കണമെന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. കാര്യം എന്നാൽ മാത്രമേ ഇങ്ങനെ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് പിന്നെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് 2 വർഷം മുമ്പ് എന്തായാലും ഒരു കാര്യം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട്. ഇനിയും ഒരു 2 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ഇയാൾ വരും. അത് നിർത്തണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റൂ. ഒരു പ്രസ് മീറ്റ് വിളിച്ച് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അത് അങ്ങനെ ചെയ്ത് തീർക്കുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ ഇയാള് ഇനിയും മഞ്ജു വാര്യരെ സെയിം കാര്യം പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചോണ്ടേയിരിക്കും. എന്തായാലും ഇതിന്റെ ഒരു കാര്യം പറയാനുള്ളത് സനലിന്റെ ഭാഗത്താണോ അതോ മഞ്ജു വാര്യറിന്റെ ഭാഗത്താണോ ശരിയെന്ന് നമുക്ക് ഇതുവരെ ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. ഇവർ തമ്മിൽ ഇനി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ സനൽ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഒരു പൊട്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.